ദൈവം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവരിലാണ് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നതെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള നിന്റെ ആഗ്രഹത്തിൻ്റെ ആലോചനയുടെ പൂർത്തീകരണമായി ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിക്കുക. നമ്മൾ പറയാം, കർത്താവ് ഞാൻ ഇത്രയും ഈശോയെ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇത്രയും കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ആത്മീയ അധ്വാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരമുണ്ട്, വിശുദ്ധ കുർബാനുണ്ട്. ഞാൻ ആരോടും ഒന്നിനും പോകാറില്ല, ഒരു കുറ്റവും പറയാൻ പോകാറില്ല, ഒരു പരദൂഷണവും പറയാൻ പോകാറില്ല, ആരെയും ആരെയും ഉപദ്രവിക്കാറില്ല. എന്നിട്ട് ഞാൻ ഉള്ളിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ആഴപ്പെടണം, നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ആഴപ്പെടണം, നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് ഈ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പുറമെ പറയുന്നില്ലെങ്കിൽ പോലും എൻ്റെ അന്തരാത്മാവിൽ ഈ ഒരു ദാഹമുണ്ട് എന്ന് കരുത്. വിശുദ്ധ മദർ തെരേസ പറയുന്നത് എന്നാണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്ക് ദൈവം വർഷിക്കുന്ന കൃപയുടെ, സ്വർഗത്തിൻ്റെ കൃപയുടെ അളവ് അത് അളക്കാൻ പറ്റാത്ത അത്ര കൃപയാണ്. അപ്പോ എൻ്റെ അന്തരാത്മാവിൽ എൻ്റെ ആഗ്രഹം അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് എൻ്റെ ആഗ്രഹം? എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അറിയണം, എനിക്ക് എൻ്റെ കർത്താവിനോട് സ്നേഹത്തിൽ ഐക്യപ്പെടണം, പൂർണ്ണമായ ആ സ്നേഹത്തിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണമെന്ന് ഒരാത്മാവ് തൻ്റെ അന്തരാത്മാവിൽ ഒരു തീരുമാനവും ഒരു ദാഹവും ഒരാഗ്രഹവും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിന്നെ സ്നേഹത്തിൽ വളർത്താൻ കർത്താവ് അനുവദിക്കുന്ന അനുഭവമാണ് സഹനം. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത് അവരോടുള്ള ആ സ്നേഹ ഐക്യം ആഴമാകാൻ വേണ്ടിയിട്ടാണ്. അല്പം കൂടി ശുദ്ധീകരിച്ച് ആ സഹനത്തിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആഴമായി ദൈവസ്നേഹത്തെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുക ആത്മാവിൽ. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം എടുത്ത്, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം, അതിനകത്ത് വളരെ മനോഹരമായിട്ട് ഈ പറയുന്ന ആത്മീയ രഹസ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ വായിച്ചു. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുവിൻ. കണ്ടോ, നീ കർത്താവിനെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് നിനക്ക് തരുന്ന എന്നാണെന്നറിയോ? പ്രലോഭനങ്ങൾ തരും. നിനക്ക് കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കണോ? ഇതാണ് നിന്റെ ആഗ്രഹം. കർത്താവ് നിന്നെ എങ്ങനെയാണ് വിശുദ്ധ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളർത്തുന്നത്? പ്രലോഭനങ്ങൾ അനുവദിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, പ്രലോഭനങ്ങൾ ഇല്ലാതെ എനിക്ക് എങ്ങനെ എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ വളർന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം അറിയുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ തരും. എന്തിനാന്ന് വെച്ചാൽ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ വേണ്ടി. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ പ്രലോഭനങ്ങൾ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്, പ്രലോഭനങ്ങൾ വേണ്ട എന്ന് പറയരുത്. പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. പ്രലോഭകനെ പ്രലോഭിപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് വിശുദ്ധിയിൽ വളരണമെന്ന എൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ തന്ന് ഓരോ പടി ആ പ്രലോഭനത്തിൽ അതിജീവിക്കുമ്പോൾ എൻ്റെ വിശുദ്ധിയിൽ ഓരോ പടി ഞാൻ വളരാൻ തുടങ്ങും. ഈ പ്രലോഭനങ്ങൾ വരുന്നില്ല എങ്കിൽ എനിക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പ്രലോഭനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, നിന്നെ കർത്താവ് പെട്ടെന്ന് വിശുദ്ധിയിൽ കൈക്ക് പിടിച്ചുയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറെ സ്റ്റെപ്പ് ഇടയ്ക്ക് കട്ട് ചെയ്തോളും. ചെറിയ ചെറിയ പ്രലോഭനങ്ങളൊന്നുമല്ല, സ്ട്രോങ് പ്രലോഭനങ്ങളാണ് ഉണ്ടാകുന്നത് നിന്റെ ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ നിന്നെ വിശുദ്ധിയിൽ പെട്ടെന്ന് കൈക്ക് പിടിച്ചുയർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരും ശുശ്രൂഷകയുമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വചനം പറയാണ്, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഒരുങ്ങി ഇരിക്കുക. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ
കർത്തൃ ശുശ്രൂഷ ചെയ്യാന്നുള്ളത് അത് നമ്മുടെ ചുമ്മാ ഒരു ആഗ്രഹമായിട്ട് മാത്രം മാറരുത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നു. അല്ല, കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി 3-4 മണിക്കൂർ നിന്ന് ചങ്ക് പൊട്ടുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് ഈ മുട്ടുമേൽ നിന്ന് കരുണക്കൊന്ത് ചെല്ലുകയും സഹനമെടുത്ത് പ്രാർത്ഥിക്കുകയും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയും കർത്താവിന് വേണ്ടി നമ്മൾ നിലനിൽക്കാൻ തീരുമാനമെടുക്കുകയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവും എല്ലാം ദൈവരാജ്യത്തിന്റെ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ: എൻ്റെ ആത്മാവിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൻ കൊടുത്ത വില എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ സ്നേഹത്തിന് എങ്ങനെയെങ്കിലും പ്രത്യുത്തരം കൊടുക്കണം. എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവിന് പ്രത്യുത്തരമായിട്ട് എൻ്റെ ജീവിതം കൊടുക്കണം. ഈ ഒരു ആലോചന നമ്മുടെ ആത്മാവിൽ കിടന്നടിക്കാൻ തുടങ്ങി. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയല്ല പിന്നെ. കാരണം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് അവൻ്റെ ചങ്കിൽ അവസാനത്തുള്ളി രക്തവും നൽകിക്കൊണ്ടാണ്. അങ്ങനെ അവൻ എന്നെ സ്നേഹിച്ച് എന്നെ അവൻ്റെ സ്വന്തമാക്കി മാറ്റിയെങ്കിൽ ആ സ്നേഹം അനുഭവിച്ച് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ ഇല്ലാതാകുകയും ചെയ്ത എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ എൻ്റെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ എന്നുള്ള ആലോചന ഒരാത്മാവിൽ കടന്നടിക്കാൻ തുടങ്ങും ഈ സ്നേഹം അറിയുമ്പോൾ. ഒരു വൈദികനായി എനിക്ക് അല്ലെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് എല്ലാം തന്നിട്ടുണ്ട്. കടന്നുറങ്ങാൻ ഒരു മുറിയുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്തിനാണ് ദൈവം ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് ആകുലപ്പെടാതെ ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണത്തെക്കുറിച്ചോ പാർപ്പിടത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഞാൻ ആകുലപ്പെടാതിരിക്കാൻ കർത്താവ് ഇതെല്ലാം തന്നിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് ആകുലപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഞാൻ ഈ ചെയ്യുന്ന കർത്തൃ ശുശ്രൂഷ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നല്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്ത വില എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. മരിക്കുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കണം, അത്രേ ഉള്ളൂ. സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും, അതിപ്പോ എൻ്റെ ശബ്ദമാകട്ടെ, എൻ്റെ സ്വരമാകട്ടെ, എൻ്റെ ആരോഗ്യമാകട്ടെ, എനിക്ക് ദൈവം തന്ന കഴിവാകട്ടെ, എന്തുവാകട്ടെ, കഴിവൊന്നും ഒരു പ്രശ്നമല്ല. കഴിവില്ലാത്തവനെ കർത്താവിന് പ്രയോജനപ്പെടുത്താൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. കാരണം കർത്താവ് തെരഞ്ഞെടുത്തത് വിഡ്ഢികളെയാണ്, ഭോഷന്മാരെയാണെന്ന് കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ ഭോഷന്മാരായവരെ കർത്താവ് തെരഞ്ഞെടുത്തു, ലോകത്തിന്റെ മുമ്പിൽ ജ്ഞാനികളായവരെ തകർക്കാൻ. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ ദാഹം, ഈ സ്നേഹം കിട്ടാതെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും, ഒരു മാറ്റം ഉണ്ടാവില്ല. തിരുനാളുകളൊക്കെ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കും. എല്ലാ വർഷവും ചിലപ്പോൾ ദേവാലയത്തിന് എല്ലാ വർഷവും പെയിന്റ് അടിച്ചില്ലെങ്കിലും 2-3 വർഷം കൂടുമ്പോൾ ദേവാലയത്തിന് പെയിന്റ് ഒക്കെ അടിക്കും. ഇതൊക്കെ നടക്കും. ദേവാലയത്തിന് പെയിന്റ് അടിക്കും, പെരുന്നാളിന് പെയിന്റ് അടിക്കും. ഇതെല്ലാം ചിലപ്പോൾ നടക്കും, അല്ലേ? ഇതൊക്കെ നടക്കും. ഇതെല്ലാ വർഷവും നടക്കും. ഇതെല്ലാ വർഷവും നടക്കും. അതിനൊന്നും വലിയ മാറ്റം ഉണ്ടാവണമെന്നില്ല. പെരുന്നാളുകൾ പലത് ആഘോഷിച്ചിട്ടും നമ്മുടെ സ്ഥായിയായ ഒരു ദൈവസ്നേഹത്തിന്റെ അനുഭവം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, കർത്താവിന്റെ സ്നേഹം കാൽവരി കുരിശിൽ പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ പരിശുദ്ധമായ സ്നേഹം ഞാൻ ഇന്നും യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി ഈ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹം അറിഞ്ഞാൽ നമ്മൾ ആരോടും പറയണ്ട, ഉപദേശിക്കണ്ട. കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ് ഒരുവന്റെ പുറകെ നടക്കണ്ടടാ, നീ പാപം ചെയ്യലേടാ, നീ വ്യഭിചാരം ചെയ്യലേടാ, നീ മ്ലേച്ഛത കാണലേടാ എന്ന് പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ആ സ്നേഹം അറിഞ്ഞവൻ അറിയാം. ആ സ്നേഹത്തിനുള്ള പ്രത്യുത്തരം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവന്റെ ജീവിതത്തെ സ്വയം വിശുദ്ധീകരിക്കും. എടാ നീ മദ്യപിക്കണ്ടടാ, പുകവലിക്കണ്ടടാ, കഞ്ചാവ് എടുക്കണ്ടതെന്നൊന്നും പുറകെ നടക്കണ്ട. ഈ സ്നേഹം അറിയാത്തത് കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ സ്നേഹം അറിഞ്ഞത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ സ്നേഹിക്കുന്ന, എന്നെ ജീവന് തുല്യം സ്നേഹിച്ച
എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും പിന്നെ ചെയ്യാൻ എനിക്ക് ഒരു വിധത്തിലും പറ്റാത്ത രീതിയിൽ അവൻ്റെ സ്നേഹം നമ്മെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. അവൻ്റെ സ്നേഹമാണ് നമ്മെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്തൃ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്, ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്, മക്കളെ, ഇത് നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന എന്തെങ്കിലും ഔദാര്യമായിട്ട് കാണരുത്. എന്തെങ്കിലും ഔദാര്യമായിട്ട് കർത്താവിനോട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ഔദാര്യമായിട്ട് ഈ കർത്തൃ ശുശ്രൂഷ കാണരുത്. മരിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും തന്നെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ട് മരിക്കാവൂ. മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ആത്മീയ ആനന്ദം നമുക്കുണ്ടാവും. അതല്ലെങ്കിൽ അതും ഉണ്ടാകുക. ഹല്ലേലൂയ. നമ്മളൊന്ന് ചോദിച്ചു, ഇത്രയും വർഷമായില്ലേ, 10, 30, 40, 50, 60, 70 വർഷങ്ങളൊക്കെ ആയി, എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ എന്താ ചെയ്തേ? വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ആ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകും. ഈ സ്നേഹം കിട്ടിക്കാൻ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നേ. ഈ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പൊറുക്കാൻ പറ്റും. ഈ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എളിമപ്പെടാൻ പറ്റും. ഈ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും. ഈ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ മറ്റുള്ളവരോട് അനുകമ്പ തോന്നാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൽ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് വചനം. ഈ സ്നേഹം ആത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താണെന്നറിയോ? അപരൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. യേശു ചിന്തിച്ചതുപോലെ, യേശു ചിന്തിച്ചതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. യേശു തീരുമാനങ്ങൾ എടുത്തതുപോലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടില്ല. ഹല്ലേലൂയ. റാണി മരിയയുടെ ഘാതകനോട് റാണി മരിയയുടെ സ്വന്തം മാതാപിതാക്കൾ ക്ഷമിച്ചില്ലേ? സ്വന്തം മകളെ കുത്തിക്കൊന്നവന്റെ വായിൽ ഭക്ഷണം വാരി കൊടുക്കാൻ തക്ക വിധത്തിൽ എത്രമാത്രം ആത്മാവിലുള്ള സ്നേഹം, ദൈവസ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. നമുക്ക് പറ്റുമോ ഇത്? ഈ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്കാണ് നമ്മൾ വളരുന്നത്. ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങും. അതാരും പറഞ്ഞിട്ടില്ല, കാരണം ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ കിടക്കുക. ഈ സ്നേഹം നമ്മളിൽ ക്രിസ്തുവിന്റെ മനോഭാവങ്ങൾ രൂപപ്പെടുത്തും. അപ്പോൾ കർത്താവ് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു 2-3 ദിവസമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ പറഞ്ഞയച്ചാലും എന്ന് പറഞ്ഞ അപ്പസ്തോലന്മാർ വന്നപ്പോൾ യേശു പറഞ്ഞു, അവരെ പറഞ്ഞയച്ചാൽ എങ്ങനെയാ? 3 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീണേക്കാം, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. കണ്ടോ? യേശു ചിന്തിച്ചത് അവരുടെ ഭാഗത്ത് നിന്നാ. യേശു ചിന്തിച്ചത് അവരുടെ ഭാഗത്ത് നിന്നാ. അവരിപ്പോൾ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ, ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ തളർന്നു പോകും. ഞാൻ സ്നേഹിച്ചില്ല എങ്കിൽ, ഞാൻ ക്ഷമിച്ചില്ല എങ്കിൽ, ഞാൻ മനസ്സിലാക്കിയില്ല എങ്കിൽ എൻ്റെ കൂടെ വസിക്കുന്നവര് തളർന്നു പോകുമോ, തകർന്നു പോകുമോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ദൈവീക ജ്ഞാനം യേശുവിന്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ കിട്ടും. കർത്താവിന്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ അവന്റെ സ്വഭാവം നമ്മളിൽ നിറയും. ഈശോ കാൽവരി കുരിശിൽ ഇങ്ങനെ 3 ആണികളിൽ കിടക്കുമ്പോഴും യേശു ചിന്തിച്ചത് യേശുവിന് വേണ്ടിയല്ലല്ലോ. യേശുവിന്റെ മുമ്പിൽ നിന്നവരൊക്കെ യേശുവിനെ പീഡിപ്പിച്ചവരാണ്, യേശുവിനെ മുറിപ്പെടുത്തിയവരാണ്. അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയൊരു മുമ്പിലുണ്ട്. താടിമീശ പിടിച്ചു പറിച്ചവർ അവന്റെ മുമ്പിലുണ്ട്. ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ ഉഴുതു മറിച്ചവര് ഫ്രണ്ടിലുണ്ട്. അവരെ നോക്കിയിട്ട് യേശു അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു, തമ്പുരാനെ, ഇവരിങ്ങനെ പ്രവർത്തിക്കാൻ കാരണം അവരാത്മീയ അന്ധരാണ്. ഹല്ലേലൂയ. അവിടെ അറിവില്ലായ്മയാണ്, ആത്മീയ ജീവിതത്തിന്റെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ആത്മാവിൽ ബാധിച്ചിട്ടുള്ള അന്ധതയാണ് അവരെ കൊണ്ട് ഇത്ര കണ്ട് മുറിപ്പെടുത്താൻ, എന്നെ മുറിപ്പെടുത്താൻ, അസ്വസ്ഥപ്പെടുത്താൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവേ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമ്മളെ ഇന്നോളം വേദനിപ്പിച്ചവർ മക്കളെ ആത്മീയ അന്ധരാണെന്ന് തിരിച്ചറിയുമ്പോൾ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ, അവരുടെ അറിവില്ലായ്മ കൊണ്ടോ, അവരുടെ ആത്മീയ അന്ധത കൊണ്ടോ, അവരുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അവർ കടന്നുപോയ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ കൊണ്ടോ, മുറിവേറ്റ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടോ, തിരസ്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടോ, സ്നേഹം നിഷേധിക്കപ്പെട്ടത് കൊണ്ടോ ജീവിതത്തിൽ വന്നിട്ടുള്ള, സ്വഭാവത്തിൽ വന്നിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം.
വിശുദ്ധ ഫുൾട്ടൻ ജഷീൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരുവൻ മദ്യപാനിയായി തീർന്നതിന്റെ പിന്നിൽ എന്തോ കാരണം അവന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും മ്ലേച്ഛതയിലേക്കും കടന്നു പോകാൻ കാരണമായതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുവൻ മോഷ്ടിക്കാൻ അതിന്റെ പിന്നിൽ കാരണങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ആരാഗ്രഹിക്കുന്നത് എനിക്ക് ദൈവം ദാനമായി തന്ന ഈ ജീവിതത്തെ നശിപ്പിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നത്? ഒരാളും ആഗ്രഹിക്കുന്നില്ല. കള്ളനാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്? അല്ല. നമ്മൾ പറയില്ലേ, സാഹചര്യങ്ങളാണ് പലപ്പോഴും കള്ളനാക്കുന്നത് എന്ന് പറയുന്ന പോലെ ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ചിലർ അത്ര കഠിനമായി മാറിയത്. ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, പെട്ടെന്ന് ചില ജീവിതത്തിന്റെ സ്വഭാവ വൈകല്യങ്ങളിലൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, തമ്പുരാനെ, ഇവരുടെ ആത്മീയ അന്ധതയും ഇവരുടെ അറിവില്ലായ്മയുമാണ് ഇവരെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാക്കി യേശു ചെയ്തൊരു കാര്യമാണ്, കാൽവരി കുരിശിൽ കിടന്നിട്ട്, അപ്പാ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ വേദനിപ്പിച്ചവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് നീ ആഗ്രഹിക്കും. കാരണം അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ തിമോത്തിയോസിന് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാമത്തെ ലേഖനത്തില്, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 തിമോത്തി അതിൻ്റെ 2-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ, 1 തിമോത്തി 2:4 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ പറയാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും, ശ്രദ്ധിച്ചേ, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ മദ്യപാനിയായ ജീവിത പങ്കാളി രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? എന്നെ വേദനിപ്പിച്ച് എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? എന്നെ ഇതുപോലെ വേദനിപ്പിച്ച് എൻ്റെ ജീവിത പങ്കാളി രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? എന്നെ ഇതുപോലെ മുറിപ്പെടുത്തി എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ അയൽവാസികൾ, എനിക്കെതിരെ കേസ് കൊടുത്തവര്, എൻ്റെ ജീവിതത്തെ തകർക്കാൻ നോക്കിയവര്, എൻ്റെ വിശുദ്ധിയെ കവർന്നെടുത്തവര്, എൻ്റെ ദാമ്പത്യത്തെ തകർത്തവര് രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും രക്ഷപ്പെടണമെന്ന് വചനം പറയുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈ സത്യം അറിയുമ്പോൾ ഒരുവൻ രക്ഷയിലേക്ക് പ്രവേശിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല, രക്ഷപ്പെടുന്നില്ല. ഇപ്പൊ രക്ഷയ്ക്കുള്ള ഏക വഴി യേശുവാകുന്ന വഴിയാണെന്ന് ഒരുവൻ അറിയുമ്പോൾ അവൻ സത്യം അറിയുന്നു. അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നതോടൊപ്പം അവന്റെ കൂടെയുള്ളവരും രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കാൻ തുടങ്ങും. അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷ വേല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ച സത്യം, ഞാൻ അറിഞ്ഞ സത്യം, ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവരും അറിയണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിട്ടാൻ തുടങ്ങും. ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്ന ഈ രക്ഷയുണ്ടല്ലോ, അനേകർ അനുഭവിക്കണം.